കൃഷിയും കാർഷിക സംസ്കാരവും കർഷകരിൽ നിന്ന് പോലും അകന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ മലയോര മേഖലയിലെ കൃഷി പരീക്ഷണങ്ങളിലൂടെ വ്യത്യസ്തനാവുകയാണ് ജോജി പി ഡാനിയേൽ. കാസർഗോഡ് ജില്ലയിലെ ബെസ്റ്റലേരി പഞ്ചായത്തിൽ കറ്റാങ്കവലയിൽ സമ്മിശ്ര കൃഷിരീതികളിലൂടെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുകയാണ് യുവ കർഷകനായ ജോജി. ഈ കർഷകന്റെ 9.5 ഏക്കർ കൃഷിഭൂമിയിൽ തെങ്ങ്, കമുക്, റബ്ബർ, ജാതി, കൊക്കോ, വാഴ, മാവ്, കശുമാങ്ങ, പച്ചക്കറികൾ, കപ്പ, ചേന, കാച്ചിൽ തുടങ്ങി വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൂത്തു തളർത്ത് കിടക്കുന്നു. കൃഷിമേഖലയിലെ പാരമ്പര്യ രീതികളെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ശാസ്ത്രമേഖലയിലെ പുത്തൻ കൃഷി പരീക്ഷണങ്ങളെയും ജോജി ഒരുപോലെ തന്റെ വിളഭൂമിയിൽ പരീക്ഷിച്ചു വരുന്നു. വീട്ടിലെ അപ്പച്ചന് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീടിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് കൃഷിയിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ആ സമയങ്ങളിൽ കൃഷി പഠിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ കുറേ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലാണ് തെങ്ങിന് കൂമ്പിയേൽ ധാരാളമായിട്ട് വ്യാപിച്ചത്. പക്ഷേ അതെങ്ങനെ പ്രതിരോധിക്കണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലിങ്ങനെ നിൽക്കുമ്പോഴാണ് CPCRI ആയിട്ടുള്ള ബന്ധം, അങ്ങനെ CPCRIയിൽ പോവുകയും അവരോട് സംസാരിച്ച് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ മനസ്സിലായി, നമ്മൾ ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അത് കൂടുതൽ ആൾക്കാരെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഈ തെങ്ങിൻ്റെ കൂമ്പിയലിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ തേങ്ങയ്ക്ക് വില കുറഞ്ഞ ഒരു കാലഘട്ടം, തേങ്ങയ്ക്ക് വില കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്ത എടുത്തത്. അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇടവിള സമ്പ്രദായത്തിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ തെങ്ങിന് ഇടവിളയായിട്ട് എന്ത് ഏറ്റെടുക്കും എന്ന് ചിന്തിച്ച് ഇരുന്ന കാലത്തേക്കാണ് ഈ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന കൂലിച്ചെലവ് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏറ്റവും നല്ല വിള എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ചിന്തിച്ചപ്പോൾ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ലേബർ കോസ്റ്റ് വരുന്ന ജാതി എന്ന് പറഞ്ഞ നന്മക് ഇടവിള കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. തെങ്ങ് കൃഷിയായിരുന്നു ആദ്യം പരീക്ഷിച്ച കൃഷി. എന്നാൽ മലയോര മേഖലയിൽ കണ്ടുവരുന്ന കൂമ്പുചീയൽ, മഞ്ഞളിപ്പ് തുടങ്ങിയ രോഗങ്ങൾ തെങ്ങ് കൃഷിയെ ദോഷമായി ബാധിച്ചപ്പോൾ CPCRIയുടെ സഹായത്തോടെ തെങ്ങുകൾക്ക് മരുന്നുകൾ അടിച്ചു. സ്വന്തം വിളഭൂമിയിലെ രോഗങ്ങൾക്ക് മരുന്നു നൽകിയാലും പൂർണ്ണമായും ഈ കീടബാധയെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജോജി ബെസ്റ്റലേരി പഞ്ചായത്തിൽ ഒരു നാളികേര ക്ലസ്റ്റർ രൂപവൽക്കരിക്കുകയും എല്ലാ കർഷകരെയും ബോധവൽക്കരിക്കുകയും ചെയ്തു. (2004, 2005) ആകുമ്പോഴേക്കും ഈ മലയോര മേഖലയിൽ വ്യാപകമായിട്ടുള്ള തെങ്ങിനുള്ള രോഗം, ഒന്ന് മഞ്ഞളിപ്പ്, പിന്നെ കൂമ്പുചീയൽ, ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുരയിടത്തിലും അതുപോലെ തന്നെ മറ്റു കർഷകരുടെ തോട്ടങ്ങളിലും ഇതിനു വേണ്ടുന്ന സാങ്കേതിക അറിവുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃഷിഭവനുമായിട്ട് സംസാരിക്കുകയും ഞങ്ങളുടെ നിർദ്ദേശാനുസരണം മറ്റു മേഖലകളിലേക്ക്, അതായത് ഇപ്പം നാളികേര വികസന ബോർഡ്, CPCRI എന്നിങ്ങനെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ പോയി അതിന്റെ സാങ്കേതിക വിജ്ഞാനം നേടി അത് മറ്റു കർഷകർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല പരിശീലനങ്ങളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, പിന്നെ ഈ ഫാമേഴ്സിനെ എല്ലാം മറ്റു ഗവേഷണ കേന്ദ്രങ്ങളിലും മറ്റു പരിശീലന കേന്ദ്രങ്ങളിലും എത്തിച്ച് അവർക്കുള്ള പരിശീലനങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ശ്രീ ജോജി ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ വാട്ടർഷെഡ് പദ്ധതി, പല ഏജൻസികളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വാട്ടർഷെഡ് പദ്ധതി നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഫാമേഴ്സ് ക്ലബ്ബ് എന്നുള്ള രീതിയിൽ ജോജിയും പ്രതിനിധാനം ചെയ്യുന്ന
സൗഹൃദ ഫാമേഴ്സ് ക്ലബ്ബ് കാറ്റാങ്കവല അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് തന്നെ നമ്മുടെ നബാർഡിന്റെ നല്ലൊരു അംഗീകാരം, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫാം ക്ലബ്ബായിട്ട് ഈ സൗഹൃദ ഫാമേഴ്സ് ക്ലബ്ബിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തെങ്ങ് കൃഷിക്കും റബ്ബർ കൃഷിക്കും ഇടവേളയായി വാഴ, കൊക്കോ, കമുക്, ജാതി കൃഷിരീതികൾ ജോജി പരീക്ഷിച്ചു വരുന്നു. പ്രതിരോധശേഷി കൂടുതലുള്ള നാടൻ ജാതിയും ഉൽപാദനക്ഷമത കൂടുതലുള്ള ഹൈബ്രിഡ് ജാതി തൈകളും ചേർത്ത് ബഡ് ചെയ്താണ് ജോജി ജാതി കൃഷിയിൽ അത്ഭുത നേട്ടം കൊയ്തുവരുന്നത്. ഇങ്ങനെ ബഡ് ചെയ്ത് വികസിപ്പിച്ച തൈകൾ ധാരാളം ഫലങ്ങൾ നൽകുകയും കൂടുതൽ കാലം രോഗങ്ങളെ അതിജീവിച്ച് വളരുകയും ചെയ്യുന്നു. ഈ ജാതി തൈക്കായി ആവശ്യക്കാരും ഏറെയാണ്. നമ്മുടെ കൃഷിയിടത്തിൽ ജാതി വെച്ചപ്പോഴത്തേക്കും ഒരുപക്ഷെ നമ്മുടേതായ ഒരു ഇന്നോവേഷൻ എന്നുള്ള നിലയിൽ ജാതി ബഡ്ഡിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത് വളരെ വിജയത്തിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാടൻ ജാതിയിൽ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ബഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് പല ഗുണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ വളർച്ചയിൽ നല്ലൊരു വളർച്ച ലഭിക്കുകയുണ്ടായി. അത് മാത്രമല്ല, നാടൻ ജാതിയിൽ ബഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ 10 ജാതി എടുത്താൽ ഒരു 5 ജാതിയും ആൺജാതിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടിയിലത്തെ 2 തട്ടുകൾ നമുക്ക് പരാഗണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് നമുക്ക് ഉപകാരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കാർഷിക മേഖലയിൽ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഒരു ഇന്നോവേറ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം കായ്ഫലമുള്ള വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. നേന്ത്രവാഴയും ഞാലിപ്പൂവനുമാണ് കൂടുതലായി കൃഷി ചെയ്തിരിക്കുന്നത്. മണ്ണ് മാറ്റി തടം പിടിച്ച കുഴികളിൽ ഓരോ തൈകൾ വീതമാണ് നടുന്നത്. മറ്റു കന്നുകളെ ചവിട്ടി ഒടിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. ധാരാളം ജലം ആവശ്യമുള്ള റബ്ബർ കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിലെ ജലത്തിന്റെ അംശം നഷ്ടപ്പെടാതിരിക്കാനുള്ള പുതുപരീക്ഷണങ്ങളും ജോജി പിന്തുടരുന്നുണ്ട്. തെങ്ങിന്റെ ചുവട്ടിൽ ചകിരിയോടുകൂടിയ തൊണ്ട് വെട്ടിയിട്ട് മലയോര മേഖലയിൽ മണ്ണിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. റബ്ബർ കൃഷി തോട്ടത്തിൽ തന്നെ ഇടവേളയായി തേനീച്ച കൃഷിയും ഈ കർഷകൻ ചെയ്യുന്നുണ്ട്. കൃഷിക്ക് പണിക്കാരെ ലഭിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ പുത്തൻ കൃഷി പരീക്ഷണങ്ങളിലൂടെ ആ പ്രശ്നവും ജോജി അതിജീവിച്ചു വരുന്നു. അധികം ഉയരത്തിലല്ലാതെ വളരുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തെങ്ങുകളും കമുകുകളും വളരെ കാലം ഫലം തരുന്നതും രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതുമാണ്. CPCRIയിൽ നിന്ന് ലഭിച്ച കമുകിൻ തൈകൾ 1 അടി ഉയരത്തിൽ വളർന്ന് ഫലം നൽകുന്നവയാണ്. ഇത് ഒരു പുതിയനം കമുകാണ്. CPCRI വീട്ടിലേ നിന്നാണ് ഇത് ലഭിച്ചത്. ഒരു ആൾക്ക് 2 കമുക് തൈ വരെ ലഭിക്കാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡ്വാർഫ് ഇനത്തിൽപ്പെട്ട കവുങ്ങ് തൈയാണ്. ഏകദേശം മണ്ണിൽ നിന്നും 1 അടി ഹൈറ്റിൽ തന്നെ ഇത് കായ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഇന്ന് പണിക്കാരെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇതിന് ലേബർ കോസ്റ്റ് ഒന്നും വരുന്നില്ല. കാരണം ഇത് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ മഹാളിയൊക്കെ എന്നുള്ള രോഗങ്ങൾ ധാരാളം വരുന്നതുകൊണ്ട് ഇത് മരുന്നടിക്കുന്നതിനും പ്രത്യേകിച്ച് ഒരു പണിക്കാരുടെ ആശ്രയമില്ലാതെ തന്നെ സ്വന്തമായി തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു ഇനം കമുകാണ്.
പൂർണ്ണമായും ജൈവ കൃഷി രീതിയിൽ തന്നെ ഇവിടെ പാവലും പയറും കൃഷി ചെയ്തു വരുന്നു. 4 മുതൽ 5 മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന പാവലിനും പയറിനും ആവശ്യക്കാരേറെയാണ്. ഇവയുടെ വിൽപ്പനയ്ക്കായി വിപണികളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. വിളവെടുക്കുമ്പോൾ അവിടെ വച്ച് തന്നെ വിറ്റുപോവുകയാണ് പതിവ്. ഈച്ചകളുടെ ശല്യം അകറ്റാനായി ഫിറമോൺ കെണികൾ ഒരുക്കിയിട്ടുണ്ടിവിടെ. വേനൽക്കാലത്ത് നേന്ത്രവാഴയ്ക്കും പച്ചക്കറി കൃഷിക്കും പ്രാധാന്യം നൽകുമ്പോൾ മഴക്കാലങ്ങളിൽ കപ്പ, ചേന, കാച്ചിൽ കൃഷി ചെയ്യുന്നു. പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ പശുക്കളെയും കോഴികളെയും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. പശുക്കൾക്കായി പുൽകൃഷിയും ചെയ്യുന്നുണ്ട്. പശുക്കളുടെ ചാണകം ഉണക്കിപ്പൊടിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു. ജോജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല മികച്ച ഒരു യുവ കർഷകനാണ്. പുള്ളിയുടെ കൃഷി സ്ഥലങ്ങളിൽ എല്ലാ വിധത്തിലുള്ള കൃഷിയും അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ എല്ലാ കൃഷികളെ പറ്റി പറയുവാനും കർഷകർക്ക് ഏതൊക്കെ രീതിയിൽ മികച്ച കാർഷികപരമായി മുന്നേറാൻ സാധിക്കുമെന്നുള്ളതിന് ഏത് കാര്യത്തിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യേക ഗ്രാഹ്യമുണ്ട്. പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ തന്നെ വളരെ നല്ല ആശയങ്ങൾ പഞ്ചായത്തിന് തന്നെ കൈമാറി പുതിയ പുതിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കർഷകർക്ക് ഏതൊക്കെ രീതിയിൽ കൂടുതൽ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും വിളവ് നേടിത്തരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും ജോജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാനും അത് ഏതൊക്കെ തലത്തിലേക്ക് അവരുടെ പുതിയ കൃഷി രീതികൾ കാണിച്ചു കൊടുക്കുവാനും ജോജിക്ക് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട്. ഏത് അവസരത്തിലാണെങ്കിലും ജോജിയുടെ അഭിപ്രായം ചോദിക്കാനും അതനുസരിച്ച് കൃഷിയുടെ പുതിയ പാഠങ്ങൾ പഠിക്കുവാനും ഈ നാട്ടിലെ കർഷകർ ശ്രമിക്കാറുമുണ്ട്. ജോജി ഏത് സമയവും അതിന് സന്നദ്ധനാണ്. കാർഷികാവശ്യങ്ങൾക്കായുള്ള ജലത്തിന്റെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനായി മഴവെള്ള സംഭരണികൾ കൃത്യമായി ജോജി ഉപയോഗിച്ചു വരുന്നു. മഴക്കുഴികളിൽ വെള്ളം തടഞ്ഞു നിർത്തി മലയോര മേഖലകളിലെ ജലത്തിന്റെ അഭാവം ഈ കർഷകൻ കൃത്യമായി പരിഹരിച്ചു വരുന്നു. ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനായുള്ള കൃഷിവകുപ്പിന്റെ നീർത്തട വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഈ കർഷകനാണ്. കർഷകർക്കായി സൗഹൃദ ഫാർമേഴ്സ് ക്ലബ് രൂപീകരിച്ച് തന്റെ കൃഷി അറിവുകളും പുതുപരീക്ഷണങ്ങളും മറ്റു കർഷകർക്കും പകർന്നു നൽകി വരുന്നു. അതുകൂടാതെ CPCRIയിലെ പ്ലാനിംഗ് ബോർഡ് മെമ്പറും കൂടിയാണ് ഈ കർഷകൻ. കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന കാർഷിക സെമിനാറുകളിലും പഠന ക്ലാസുകളിലും സ്ഥിരം സാന്നിധ്യമാണ് ജോജി. തന്റെ കൃഷി അറിവുകളും പ്രവർത്തന രീതികളും പ്രബന്ധങ്ങളായി പല സെമിനാറുകളിലും ജോജി അവതരിപ്പിച്ചിട്ടുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കൃഷി വിജ്ഞാൻ യാത്രയ്ക്ക് ഹൈദരാബാദ് മുതൽ ഡൽഹി വരെ ഇദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിരുന്നു. നമ്മളുടെ ഈ കൃഷിയിടത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രചോദനം കിട്ടത്തക്ക ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തെ അവലംബിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള മേഖലകൾ മറ്റുള്ള കർഷകരിലോട്ട് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റേ പല പ്രൊജക്റ്റുകൾ ഞങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ വന്ന വഴികളിലൊക്കെ ധാരാളം വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്ക് ധാരാളം
സഹായങ്ങളും കിട്ടിയേക്കുന്നത് CPCRI നിന്നാണ്. CPCRIയുടെ നമ്മുടെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ വരെയും അവിടെ എനിക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ റിസർച്ച് പ്രോജക്റ്റുകളും പല റിസർച്ച് പ്രോജക്റ്റുകളും നമ്മുടെ ഈ പ്രദേശത്തും എൻ്റെ ഭൂപ്രദേശത്തും അവർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. നാഷണൽ ഇന്നോവേഷൻ പ്രൊജക്റ്റ് പോലെയുള്ള വലിയ പ്രൊജക്റ്റുകൾ വരെയും ഇവിടെ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല KVKയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കൃഷി വിജ്ഞാന കേന്ദ്രം കാസർഗോഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും അവരുടെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിലും നമ്മുടെ ഈ പ്രദേശത്തെ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. മികച്ച മലയോര കർഷകനുള്ള അവാർഡ്, കേരള ഗവൺമെന്റിന്റെ കർഷക മിത്ര അവാർഡ് തുടങ്ങിയ അവാർഡുകളും ജോജിയെ തേടി എത്തിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കൃഷി കൊണ്ട് തന്നെ മാന്യമായ ഒരു വരുമാനം കണ്ടെത്താനും സാധിക്കും. അതിന് ഒരു പരമ്പരാഗത കൃഷിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പുത്തൻ സാങ്കേതിക വിദ്യകൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ യന്ത്രവൽക്കരണ രീതികൾ കാർഷിക മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാലഘട്ടത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് കൃഷി രീതിയെ മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള കുള്ളൻ തൈകളിൽ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും സാഹചര്യത്തിനും നമ്മുടെ ജീവിത നിലവാരത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള വിളകൾ തിരഞ്ഞെടുത്തുകൊണ്ട് കൃഷിയെ മാന്യവൽക്കരിക്കാം. അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും. പാരമ്പര്യ കൃഷിരീതികളെ അവഗണിക്കാതെ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ പുത്തൻ കൃഷി സമ്പ്രദായങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് കൃഷിയിലൂടെ അത്ഭുതങ്ങൾ കൊയ്യാൻ ഈ കർഷകന് കഴിയുന്നതിന്റെ പ്രധാന കാരണം. ഈ യുവ കർഷകന്റെ കൃഷി അറിവുകളും പ്രവർത്തനങ്ങളും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.